ഗുഡ് മോർണിംഗ്. വിവാഹ നിശ്ചയത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഇരു കുടുംബങ്ങൾക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ദയവായി സ്റ്റേജിലേക്ക് വന്നാട്ട്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു ഈപ്പനച്ഛൻ, നിയുക്ത വരൻ്റെ വികാരി അച്ഛനാണ്. ബഹുമാനപ്പെട്ട ജിബു ഫിലിപ്പച്ചൻ, പ്രിയപ്പെട്ട അലക്സ് അച്ഛൻ, പ്രിയ അച്ഛന്മാരെ വളരെ സ്നേഹത്തോടെ ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മളെ ഇവിടെ വിളിച്ച് കൂട്ടിയതിൻ്റെ ഉദ്ദേശം ചുമതലപ്പെട്ടവർ വന്ന് പറഞ്ഞാട്ട്. ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. കാളിയാങ്കൽ എഴുമാലി കുടുംബത്തിൽ മണക്കുളങ്ങര വീട്ടിൽ മാത്തുക്കുട്ടി ജോർജിൻ്റെയും അന്നമ്മ സക്കരയുടെയും മകൾ ഡോക്ടർ സൗമ്യ മാത്യു ജോർജിൻ്റെയും ചെങ്ങന്നൂർ മാളിയേക്കൽ വീട്ടിൽ പരേതനായ ശ്രീ ചാക്കോ മാത്യുവിൻ്റെയും മറിയാമ്മ മാത്യുവിൻ്റെയും മകൻ ജെഫിൻ ചാക്കോ മാത്യുവുമായുള്ള വിവാഹ നിശ്ചയത്തിന് വേണ്ടി ആണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇരു ഭവനങ്ങളും വിവാഹത്തെ സംബന്ധിച്ച് ചില ധാരണകളിൽ എത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു തീർപ്പ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. താങ്ക് യു. നിയുക്ത വധൂവരന്മാരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വന്നാട്ടെ. നിയുക്ത വധൂവരന്മാർ സ്റ്റേജിലേക്ക് വന്നാട്ടെ. ഒപ്പം അവരുടെ പേരൻസും സഹോദരങ്ങളും വന്നാട്ടെ.
വിവാഹം സംബന്ധിച്ച് ഉള്ള ധാരണയെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. എന്താണ് ആ ധാരണ എന്നുള്ളത് നിയുക്ത വരൻ്റെ ഭാഗത്തു നിന്നും ചുമതലപ്പെട്ടവർ ഇപ്പോൾ മുൻപോട്ട് വന്ന് പറഞ്ഞാട്ട്. ദൈവ തിരഹിതമായാൽ ഈ വിവാഹം 2025 ഫെബ്രുവരി മാസം 24 തീയതി 11:15 AM വരൻ്റെ മാതൃദേവാലയമായ മംഗലം സെൻറ്റ് ജോർജ് പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് ധാരണയിൽ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും പ്രസ്താവിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ബാംഗ്ലൂർ പ്രിംറോസ് റോഡ് ദേവാലയത്തിൽ കൂടി നടക്കുന്ന നെല്ലിമല മളക്കുളങ്ങര വീട്ടിൽ ശ്രീ മത്തായിക്കുട്ടി ജോർജിൻ്റെയും ശ്രീമതി അന്നമ്മ സ്കറിയായുടെയും മകൾ സൗമ്യ മാത്യു ജോർജും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ മംഗലം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കൂടി നടക്കുന്ന പരേതനായ ശ്രീ ചാക്കോ മാത്യുവിൻ്റെയും ശ്രീമതി മറിയാമ്മ മാത്യുവിൻ്റെയും മകൻ ജിഫിൻ സി മാത്യുവും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവഹിതമാകിയാൽ 2025 ഫെബ്രുവരി മാസം 24 തീയതി തിങ്കളാഴ്ച രാവിലെ 11:15 വരൻ്റെ മാതൃദേവാലയമായ മംഗലം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടത്തുന്നതിന് നമ്മുടെ ഈ കൂടിവരവ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. അംഗീകരിക്കാമല്ലോ? ഒന്ന് കൈയടിച്ചേ. താങ്ക് യു. ഇപ്പോഴേ ഈ എഴുത്ത് കൈമാറുന്നതാണ്. പ്രാർത്ഥിക്കാം. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ മന്നീടത്തിൽ അടിയാർ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരു നാമത്തിനു ദേവ വന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
ബാറയ്ക്കുമോർ. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ കർത്താവേ, അവിടുത്തെ കരുണയ്ക്കായിട്ടും കൃപയ്ക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസത്തിനായിട്ട് നന്ദി കരയറ്റുന്നു. ആദിയിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയും പുരുഷൻ തൻ്റെ അപ്പനും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുകയും അവർ ഇരുവരും ഒരു ദേഹമായി തീരുകയും ചെയ്യും എന്ന് അരുളിച്ചെയ്ത കർത്താവേ, അവിടുന്ന് കുടുംബജീവിതത്തിൻ്റെ മഹത്വം അവിടുന്ന് കാണിക്കുകയും ചെയ്തുവല്ലോ. ദൈവമായ കർത്താവേ, ഇപ്പോൾ വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ മകനെയും മകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇന്നുവരെയും നൽകിയ എല്ലാ ദൈവിക കൃപകൾക്കും അനുഗ്രഹത്തിനുമായിട്ട് നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. നാൾ തോറും അവിടുത്തെ തിരുഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കണമേ. ദൈവമായ കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലും പ്രിയ മക്കളുടെ കുടുംബാംഗങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായി ഞങ്ങളെ വഴി നടത്തണമേ. എല്ലാ പ്രതികൂലതകളെയും അനുകൂലമാക്കി തീർക്കുന്ന അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ എല്ലാ കുറവുകളെയും നികത്തുവാൻ തക്കവണ്ണം അവന്നിടയാകണമേ. കനാവിലെ കല്യാണത്തിന് എഴുന്നള്ളി പരിമിതികളെ പരിഹരിച്ചവനായ ദൈവമേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലും ഞങ്ങളുടെ എല്ലാ സൽക്കാരകർമ്മങ്ങളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് എല്ലാ പരിമിതികളെയും പരിഹരിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ. പൈശാചിക പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീകമായ ശക്തിയും ബലവും നിന്റെ മക്കൾക്ക് അവിടുന്ന് നൽകണമേ. ഒരിക്കൽ കൂടി പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിശ്ചയിച്ചതുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. യഥാസമയം അനുഗ്രഹപ്രദമായി വിശുദ്ധ കൂദാശയിലൂടെ ഇവരെ ഒന്നായി തീരുവാനും അങ്ങനെ അനുഗ്രഹീത മക്കളായി സമൂഹത്തിന് പ്രകാശം നൽകുന്നവരായി തീരുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ഒരുക്കണമേ. ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊള്ളണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെന്നും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുവാനായി തന്നെ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പുരാൻ്റെ കൃപയും ആശ്വാസം നൽകുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകാല വിവാഹ നിശ്ചയത്തിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും, പ്രിയമകൻ്റെ മേലും മകളുടെ മേലും ഇരുപത് കുടുംബങ്ങളുടെ മേലും, ഇവരുടെ വിവാഹ കൂദാശയുടെ നിശ്ചയത്തിൻ്റെ മേലും ആയതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ മേലും ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോരിക്കുന്നവരുടെ ആത്മാക്കളുടെ മേൽ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാവണമേ. ഒരു വാക്കോടെ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കൃപയാൽ ലഭിച്ച ആഹാരത്തെയും കൂട്ടായ്മയെയും മുഖാന്തരങ്ങളെയും അനുഗ്രഹിക്കണം. നന്ദിയോടെ ജീവിപ്പാൻ മിശിഹ മൂലം സഹായിക്കണമേ. ആമേൻ. താങ്ക് യു.